നമ്മൾ ഒരു കവിത നമ്മൾ മുഴുവൻ എങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതുക, എങ്ങനെയാണ് ഇതിനെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കവിത മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു കവിത നോക്കുകയാണ്. അപ്പോൾ എല്ലാ കവിതയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൽ ഇഷ്ടം പോലെ കവികളും അവർക്ക് തന്നെ ഒരുപാട് കവിതകളും ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ചോദിക്കും അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് 5 ചോദ്യങ്ങളിൽ ഹാർഡായിട്ടുള്ള 1 അല്ലെങ്കിൽ 2 ഉണ്ടാവും. ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് എങ്ങനെയാണ്? 2 ഹാർഡ് ക്വസ്റ്റ്യൻ, 3 സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നിങ്ങനെയാണ് കണ്ടത്. അപ്പോൾ 2 ഹാർഡും 3 സിമ്പിളും ആണ് നമ്മൾ അതിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു പദ്യഭാഗമാണ് ഇവിടെ കാണുന്നത്. ആ പദ്യഭാഗം നമുക്ക് വായിച്ചു നോക്കാം. അത് ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ അത്രയും എന്താ പറയുക ഓരോ കവിതയുടെ വരി വായിച്ച് പിന്നെ അതിൻ്റെ ആശയം പറഞ്ഞ് അങ്ങനെ പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. കാരണം അതൊരു എന്തായാലും ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പദ്യഭാഗത്തു നിന്നുള്ളൊരു 5 അല്ലെങ്കിൽ 10 മാർക്ക്, ഇതിൽ നിന്ന് 5 മാർക്ക് നമുക്ക് എടുക്കണം. അപ്പോൾ ആ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറുക്ക് വഴികളൊന്നും ഇല്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്നും ഞാൻ വായിക്കുന്നതും ഓരോന്നും നിങ്ങൾക്ക് വരി വെച്ച് ആശയം പറഞ്ഞു തരുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടിയാണ് എന്ത് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു പദ്യഭാഗം നോക്കാം. പറയട്ടെ നിന്നിൽ ഞാൻ അസൂയാലും ഒരു നാൾ ഒറ്റനാൾ മാത്രം എന്നാലും ഇടയാ നിന്നെപ്പോലെ ആത്മാലയം പൂണ്ടി ഉയിരിലെ പൊന്നുടുക്കിന്മേൽ കൊട്ടി ഇളയെ കോരിത്തരിപ്പിച്ചു പാടാൻ ഇനിയും ആയില്ല എനിക്കെന്ന ദുഃഖം നിലവിലിറ്റു കണ്ണീരായി തുളുമ്പി നിറയുന്നു നിന്നിൽ ഞാൻ അസൂയാലു. വെറുതെ ഞാൻ കൊതിപ്പെട്ടുവോ നിന്നിൽ ഒരു നിലവിളി കേട്ടുവോ പിന്നിൽ അരുമയാ നിന്നജ കിശോരത്തെ കുരുതി ചെയ്ത് നരിമറയുന്നു പിറകിൽ ഒറ്റഞ്ഞൊടിയിൽ നട്ടുച്ച കിരൾ പരക്കുന്നു മണ്ണിൽ നിൻ കണ്ണിൽ വിറകൊള്ളും നിൻ കരങ്ങളിൽ നിന്നാ ചെറു പുല്ലാങ്കുഴൽ താഴെ വീഴുന്നു. ഇത് പഴയൊരു സ്വപ്നമെന്നാലും ഇടയ നിന്നുമെൻ ദുഃഖമായി നിൽപ്പു ഉയിരിലെ ചൂടിൽ വാർത്തൊരാൻ വാക്കാൽ ഉലകിനെ ഞാൻ തുയിലുണർത്തുമ്പോൾ മതിമറന്നെനുടക്കു കൊട്ടുമ്പോൾ ഇടയൻ നിൽപ്പു ദുരന്ത സ്മൃതിയായി അവനടക്കം പറയുന്നു പോയി നിന്നജ കിശോരങ്ങൾ എങ്ങെന്ന് നോക്കൂ അവ തൻ പിമ്പെ നരിയുണ്ടെന്ന് നോക്കൂ അത് വെറും സ്വപ്നമായിരുന്നെങ്കിൽ. ഒന്നുകൂടി വായിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് ഇപ്പൊ ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മുറിച്ച് വായിച്ചു നോക്കാം. പറയട്ടെ നിന്നിൽ ഞാൻ അസൂയാലും ഒരു നാൾ ഒറ്റനാൾ മാത്രം എന്നാലും ഇടയ നിന്നെപ്പോലെ ആത്മാലയം പൂണ്ട് ഉയിരിലെ പൊന്നുടുക്കിന്മേൽ കൊട്ടി ഇളയെ കോരിത്തരിപ്പിച്ചു പാടാൻ ഇനിയുമായില്ല എനിക്കെന്ന ദുഃഖം നിലവിലിറ്റു കണ്ണീരായി തുളുമ്പി നിറയുന്നു നിന്നിൽ ഞാൻ അസൂയാലും. വെറുതെ ഞാൻ കൊതിപ്പെട്ടുവോ നിന്നിൽ ഒരു നിലവിളി കേട്ടുവോ പിന്നിൽ അരുമയാം നിൻ അജകിശോരത്തെ കുരുതി ചെയ്തു നരിമറയുന്നു പിറകിൽ ഒറ്റ ഞൊടിയിൽ നട്ടുച്ചക്ക് ഇരുൾ പരക്കുന്നു മണ്ണിൽ നിൻ കണ്ണിൽ വിറകൊള്ളും നിൻ കരങ്ങളിൽ നിന്ന് ആ ചെറു പുല്ലാങ്കുഴൽ താഴെ വീഴുന്നു. ഇത് പഴയൊരു സ്വപ്നം എന്നാലും ഇടയൻ ഇന്നുമെൻ ദുഃഖമായി നിൽപ്പു ഉയിരിലെ ചൂടിൽ വാർത്തൊരാൻ വാക്കാൽ ഉലകിനെ ഞാൻ തുയിലുണർത്തുമ്പോൾ മതിമറന്ന് എൻ ഉടുക്കുകൊട്ടുമ്പോൾ ഇടയൻ നിൽപ്പു ദുരന്ത സ്മൃതിയായി അവൻ അടക്കം പറയുന്നു പോയി നിൻ അജകിശോരങ്ങൾ എങ്ങെന്ന് നോക്കൂ അവ തൻ പിമ്പെ നരിയുണ്ടെന്നോർക്കൂ അത് വെറും സ്വപ്നമായിരുന്നെങ്കിൽ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എന്തൊക്കെയോ കത്തിയുണ്ട്. എന്താണ് ആരൊക്കെയോ കുരുതി ചെയ്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആശയം ഒന്ന് നോക്കാം. ഇത് മറ്റേ കവിത പോലെ കുറച്ച് സിമ്പിൾ ആയതല്ല, കുറച്ച് ബുദ്ധിമുട്ട് അറിയതാണ്. അടുത്തത് ആദ്യം തൊട്ട് നമുക്ക് നോക്കാം. പറയട്ടെ നിന്നിൽ ഞാൻ അസൂയാൽ. കവിയാണ് പറയുന്നത് നിന്നിൽ ഞാൻ അസൂയാൽ. ഇപ്പൊ ഞാൻ എഴുതുന്ന കവിതയാണെങ്കിൽ ആരാണ് പറയുന്നത്? ഒരാൾ പറയട്ടെ. ആരാണ് പറയുന്നത്? കവിയാണ്. പറയട്ടെ നിന്നിൽ ഞാൻ അസൂയാൽ ഉള്ളവനാണ് ഒരു നാൾ ഒറ്റനാൾ മാത്രം എന്നാലും ഒരു നാളെങ്കിലും ഒരു നാള് ഇടയാ, അതായത് ഇടയെന്ന് പറഞ്ഞാൽ ആടിനെ മേയ്ക്കുന്ന ഇടയാ നിന്നെപ്പോലെ ആത്മാലയം പൂണ്ട് ഉയിരിലെ പൊന്നുടുക്കുമ്മിൽ കുട്ടി. അതായത് നിന്നെപ്പോലെ ആത്മാലയം പൂണ്ട്, അതായത് ആത്മാവിനെ അത്രയും എന്താ പറയാ ഇതാക്കിയും കൊണ്ട് ആത്മാവിൽ നിന്ന് ആത്മാലയം പൂണ്ടിട്ട് ഉയിരിലെ പൊന്നുടുക്കുമ്മിൽ കൊട്ടി
ഇളയെ കോരിത്തെരിപ്പിച്ചു പാടാൻ ഇനിയുമായി, അതായത് ഇളയെ കോരിത്തെരിപ്പിച്ചിട്ട് ഈ ഒരു ദിവസം പോലും ഇളയെ കോരിത്തെരിപ്പിച്ചിട്ട് എനിക്ക് നീ പാടുന്നത് പോലെ അതായത് ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമില്ലോ, അതാണ് ആത്മാലയം പൂണ്ടെന്നൊക്കെ പറയുന്നത്, ഉള്ളിൽ നിന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പോഴും പാടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം നിലവിലിറ്റു കണ്ണീർ, അതായത് എൻ്റെ നിലവിൽ എൻ്റെ ആലോചനയിൽ ഒരിറ്റു കണ്ണീരായി തുളുമ്പി നിറയുന്നു, എൻ്റെ കണ്ണീരായിട്ട് തുളുമ്പി നിറയാണ്. നിന്നിൽ ഞാൻ നിന്നിൽ ഞാൻ അസൂയുള്ളവളാണ്, ഞാൻ അസൂയുള്ളവനാണ്. പറയട്ടെ, നിന്നിൽ ഞാൻ അസൂയാലുമാണ്. എന്തിനും ഒരു ദിവസം പോലും എനിക്ക് എന്താണ് ഈ പൊന്നുടുക്കുമ്മൽ കൊട്ടിയിട്ട് പാടാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ നിലവിലിറ്റ് കണ്ണീരായിട്ടുള്ള ആ ഒരു ദുഃഖം, അതായത് ഇളയെ കോരിത്തെരിപ്പിച്ച് പാടാൻ എനിക്ക് ഇപ്പോഴും കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം എന്താണ് എൻ്റെ ഉള്ളിലൊരു കണ്ണീരായിട്ടൊരു നമ്മളെ എൻ്റെ ഒരു തുള്ളി കണ്ണീരായി എൻ്റെ അവശേഷിക്കുന്നതാണ്. അതേപോലെ എൻ്റെ ആ ഒരു ദുഃഖം എൻ്റെ ഇപ്പം നമുക്ക് എപ്പോഴും കൂടുതൽ ദുഃഖം വരുന്നത് എപ്പോഴാണ്? നിലവിലിറ്റ് കണ്ണീരായി തുളുമ്പി നിറയുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന സമയത്ത് നമുക്ക് അറിയാം. അപ്പം അതുപോലെ സങ്കടം വന്നിട്ട് എൻ്റെ കണ്ണീരായിട്ട് നിറയാണ്. നിന്നിൽ ഞാൻ അസൂയുള്ളവനാണ്. അടുത്തത്, വെറുതെ ഞാൻ കൊതിപ്പെട്ടു പോകുന്നില്ല. ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞു, അങ്ങനെ അസൂയാലുമാണ്, നിന്നെ പോലെ എന്താണ് എനിക്ക് കൊട്ടി പാടാനൊന്നും കഴിയുന്നില്ലല്ലോ, ഇളയെ കോരിത്തെരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, വെറുതെ ഞാൻ കൊതിപ്പെട്ടുവോ നിന്നിൽ, ഒരു നിലവിൽ കേട്ടുവോ പിന്നിൽ, അരുമയാം നിന്നജ കിശോരത്തെ കുരുത് ചെയ്ത് നരി മറയുന്നു. ഞാൻ വെറുതെയാണ് ഇപ്പം നിന്നോട് അസൂയപ്പെട്ടത്, നിന്നോട് അസൂയ തോന്നുന്നുണ്ടോ? അതിപ്പോൾ വെറുതെ ആവോ? നിന്റെ പിറകിലൊരു നിലവിളി കേട്ടുവോ? അരുമയാ നിന്നജ കിശോരത്തെ, അതായത് നിന്റെ ആട്ടിൻ കൂട്ടത്തിലെ ഒരു ആടിനെ കുരുതി ചെയ്ത് നരി, അതായത് ഒരു നരി എന്ത് ചെയ്യുന്നു, നമ്മളെ മൂപ്പര് നല്ല പാട്ടൊക്കെ പാടാൻ, അതായത് ഞാൻ പുല്ലാങ്കുഴൽ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ വായിച്ചിട്ട് ഇങ്ങനെ പറയാണ് കവി, പെട്ടെന്ന് നിലവിളി കേൾക്കാണ് വെക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മളെ ഇടയിലെ ഏറ്റവും അരുമയായിട്ടുള്ള ഒരു അജകിശോരത്ത്, അതായത് ഒരു ആട്ടിൻകുട്ടിയെ നരി, അതായത് നമ്മളെ നരിയില്ലേ, നരി പിടിച്ചു കൊണ്ടുപോവാണ്. അതായത് അതുവരെ നല്ല നിന്നെ അസൂയാണ്, നീ പാടുന്നത് ഭയങ്കര മനോഹരമാണ് പറഞ്ഞിട്ട് പെട്ടെന്ന് ആൾ മാറിയിട്ട് എന്താണ്, നിന്നെ ഞാൻ കൊതിപ്പെട്ടു, വെറുതെയാണ് ഇപ്പൊ ഞാൻ നിന്നോട് അസൂയ തോന്നിയത് വെറുതെയാണോ? കാരണം എന്താണ്, ഇവിടെ അങ്ങനെ പാട്ട് പാടി നിന്നോ, നിന്റെ നരി അത് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് പാട്ട് പാടിച്ച് നമ്മളെ അരുമയെ സാധനം ഇല്ലാണ്ടായി എന്താണ് നമുക്ക് സങ്കടമാണ്. അപ്പൊ നിന്റെ അജകിശോരത്തെ ഏതാ നരി കുരുതി ചെയ്ത് പിന്നിൽ മറയുന്നു. ഒറ്റ ഞൊടിയിൽ പിറകിൽ നട്ടുച്ചയ്ക്ക് ഇരുൾ പരക്കുന്നു മണ്ണിൽ. ഒറ്റയടിക്ക് നട്ടുച്ച സമയത്ത് എന്താണ് ആകെ ഇരുളായി. അതുവരെ പ്രകാശമായിട്ട് നിന്നിരുന്നത് എന്താണ്, പെട്ടെന്നൊരു മൂടി അങ്ങോട്ട് നിന്നു. നീ കണ്ണിൽ, അതായത് ഇരുൾ വരക്കുന്നത് എവിടെയാണ്? മണ്ണിലല്ല, അയാളെ കണ്ണിലാണ്. ആകെ ഇരുൾ വരുന്നു. അയ്യോ, ആകെ കണ്ണ് കാണണ്ടായി. എന്താണ്, ഒരു കുട്ടി ആടിനെയാണ് നരി കൊണ്ടുപോയത്. വിറകൊള്ളും നിൻ കരങ്ങളിൽ നിന്ന് ആ ചെറു പുല്ലാങ്കുഴൽ താഴെ. അത് അയാളാകെ പേടിച്ചു പോയി. കാരണം ഇടയന്റെ ആടുകളാണ്. ആട് നല്ല പുല്ലാങ്കുഴലൊക്കെ വായിച്ചത് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പെട്ടെന്ന് എന്തോ സാധനം നമ്മൾ ആടിനെ പിടിച്ചിട്ട്, നരിയാണ് ആടിനെ പിടിച്ചിട്ട് പോയപ്പോൾ അയാളെ കണ്ണിൽ ആകെ ഇരുട്ടായി. നമ്മൾ കണ്ണ് കാണാണ്ടാവുന്നല്ലേ പേടിച്ചിട്ട്. ആകെ കണ്ണിൽ ഇരുട്ടായി, ആകെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചിട്ട്, കരങ്ങളിൽ നിന്ന വിറകൊള്ളും, അതായത് കൈ ഇങ്ങനെ വിറച്ചിട്ട് എന്തായി, ആ പുല്ലാങ്കുഴൽ താഴെ വീണു. പിന്നെന്തായി, ഇത് പഴയൊരു സ്വപ്നം എന്നാലും ഇടയൻ ഇന്നും എൻ ദുഃഖമായി നിൽപ്പു. സംഭവം ഈ പറഞ്ഞതൊക്കെ ഒരു പഴയ സ്വപ്നമാണെങ്കിലും എന്താണ്, ഇന്നും കവിയുടെ മനസ്സിൽ ഇടയൻ ഒരു ദുഃഖമായിട്ട് നിൽക്കുന്നുണ്ട്. ഉയിരിലെ ചൂടിൽ വാർത്തൊരൻ വാക്കാൽ ഉലകിനെ ഞാൻ തൊഴിലുണർത്തുമ്പോൾ. അതായത് ഉയിരിലെ ചൂടിൽ, അതായത് നമ്മുടെ ഈ ചൂടിലും അതായത് ഉയിരിലെ നമ്മുടെ മനസ്സിലെ ചൂടിൽ നിന്ന് ഉണ്ടാക്കിയ വാക്കിൽ ഉലകിനെ, ലോകത്തെ ഞാൻ തുയിലുണർത്തുമ്പോൾ, ലോകത്തിന് ഞാൻ, അതായത് കവി പറയണം, തുയിലുണർത്തുമ്പോൾ മതിമുറന്നൻ ഉടുക്ക് കൊട്ടുമ്പോൾ. അതായത് ഞാൻ എൻ്റെ ഉടുക്ക് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കുള്ള ഉടുക്ക് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മൾ കവിത എഴുതുകൊണ്ടിരിക്കുമ്പോൾ ഇടയൻ നിൽപ്പു ദുരന്ത സ്മൃതിയായി. അതായത് സംഭവം ഇടയന്റെ കഥ എന്താണ്, പഴയൊരു സ്വപ്നമാണ്. പക്ഷെ ഇന്നും ഇടയൻ എന്താണ്, എനിക്കൊരു സങ്കടമായിട്ട് നിൽക്കുകയാണ്. ഉയിരിലെ ചൂടിൽ വാർത്തൊരാ വാക്കാൽ, അതായത് ഉയിരിലെ, അതായത് ഞാൻ എൻ്റെ കവിത എഴുതുമ്പോഴും ഈ ലോകത്തെ അല്ലെങ്കിൽ ഉലകിനെ തുയിലുണർത്തുമ്പോഴും സന്തോഷിപ്പിക്കുമ്പോഴും എൻ്റെ ഉടുക്ക്, മതിമറന്ന എൻ്റെ ഉടുക്ക്, അതായത് കവിത എഴുതുമ്പോഴും ഞാൻ എന്തൊക്കെ കവിത എഴുതുകയാണെങ്കിലും ഈ ഇടയൻ്റെ കഥ എൻ്റെ മനസ്സിൽ എന്താണ്, ഒരു ദുരന്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ദുരന്തമായിട്ട് ഇപ്പോഴും ആ പഴയ കഥൻ്റെ, അതായത് നമ്മൾ എന്ത് കാര്യം, ഇപ്പോൾ ഇടയൻ എന്താ ചെയ്തത്, മതിമറന്ന് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതേപോലെ ഈ കവി ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എന്താണ്, അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് പറയാം. അതായത് നമ്മളെ ആ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവത്തിൽ ഒരുപാട് ലയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു ദുരന്ത സ്മൃതിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവനടക്കം പറയുന്നു, ആരാണടക്കം പറയുന്നത്, ഇടയൻ. പോയി നീ അജകിശോരങ്ങൾ എങ്ങൊന്ന് നോക്കൂ, അവത്തിൻ പിമ്പെ നരിയുണ്ടെന്ന് നോക്കൂ, അത് വെറും സ്വപ്നമായിരുന്നെങ്കിൽ.
അതായത് ഇടയൻ എന്തായാലും കിശോരത്ത് നഷ്ടപ്പെടും, അതിന് അരുമയായിട്ടുള്ള സാധനം. അപ്പോൾ കവിനോട് പറയണത്, പോയി നിന്റെ അജയ്ക്ക്, അതായത് നിനക്ക് പ്രിയപ്പെട്ടവരൊക്കെ എവിടെ ഉണ്ടെന്ന് നോക്കൂ, അവർ തന്നെ പിമ്പ് എന്തോ ഒരു അപകടമുണ്ട്, അത് വെറും സ്വപ്നമായിരുന്നെങ്കിൽ ആര് വിചാരിക്കുകയാണ്, നമ്മളെ കവി വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടയന്റെ കഥ, ഒരു പഴയ ഇടയന്റെ കഥ. ആ ഇടയൻ ഇങ്ങനെ ഒരു പുല്ലാങ്കുഴലൊക്കെ വായിച്ച് ഇങ്ങനെ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ആടിനെ നരി കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. അതോടുകൂടി അയാളെ സകലതും പോയി. പിന്നെ പാട്ട് പാടിയിട്ട് എന്താ? അതേപോലെ നമ്മൾ കവി ഒരുപാട് കവിത എഴുതുകയും ഒരുപാട് അയാളെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടത് എന്തോ നഷ്ടപ്പെടാനല്ല, എവിടെ പിന്നിൽ എന്താണ്, എന്തോ ഒരു അപകടം വരുന്നുണ്ട്, നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെ നഷ്ടപ്പെടുന്നുള്ള രീതിയിൽ ചിന്തിക്കണം. ഇടയന് പറ്റിയത് തനിക്ക് സംഭവിക്കുമെന്ന് ആര് ചിന്തിക്കുകയാണ്? കവി ചിന്തിക്കണം. എന്നിട്ട് അയാൾ പറയണത് അത് വേറൊരു സ്വപ്നമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആര് പറയാണ്? കവി പറയാണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കൂ. ഇപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. നോക്കൂട്ടോ. തൻ്റെ അസൂയ വെറുതെയായിരുന്നു എന്ന് കവിക്ക് മനസ്സിലായത് എപ്പോൾ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ കവിതയിൽ നിന്ന് നമുക്കിപ്പോൾ ഇത്രയും ആശയം പറഞ്ഞ കവിതയിൽ നിന്ന് എന്താണ് ഒരു മനസ്സിലാവും? ഞാൻ വെറുതെ കൊതിപ്പെട്ടു പോകും നിന്നിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അസൂയ വെറുതെ ആയിരുന്നോ നോക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഒന്ന്, തനിക്കും ഉടുക്ക് കൊട്ടിപ്പാടാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഇടയന്റെ അജകിശോരത്തെ നരി കുരുതി ചെയ്തപ്പോൾ, ഇടയന്റെ ദുഃഖം കണ്ടപ്പോൾ, പിന്നിൽ ഒരു നിലവിളി കേട്ടപ്പോൾ. അപ്പോൾ ഇവിടെ 4 ഓപ്ഷനിൽ തനിക്ക് ഉടുക്കി കൊട്ടിപ്പാടാൻ, അത് തെറ്റാണ്. അടുത്തത് ഇടയന്റെ അജകിശോരത്തെ നരി കുരുതി ചെയ്തപ്പോൾ. അതായത് ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ പുല്ലാങ്കുഴലിൽ വായിക്കുന്ന ഇടയന്റെ അജകിശോരത്തെ നരി കുരുതി ചെയ്തപ്പോൾ, അതായത് നരി അതിനെ എന്താക്കിയപ്പോൾ, എന്താ പറയാ, കൊണ്ടുപോയപ്പോൾ, അതൊരു സാധ്യതയായിട്ട് അവിടെ നിൽക്കാവുന്നതാണ്. അടുത്തത് ഇടയന്റെ ദുഃഖം കണ്ടപ്പോൾ, അതും എന്താണ്, പിന്നിലൊരു നിലവിളി കേട്ടപ്പോൾ. അതും ഇതിൽ 3-ൽ ഏതും വരാം. പക്ഷെ അതിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇടയന്റെ അജകിശോർ, ഇപ്പൊ ഈ കവിതയിൽ നോക്കൂ, വെറുതെ ഞാൻ കൊതിപ്പെട്ടുവോ നിന്നിൽ, ഒരു നിലവിളി കേട്ടുവോ പിന്നിൽ, അരുമയാ നിന്റെ അജകിശോരത്തി കുരുതി ചെയ്ത് നരി പറയുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് കവി തന്റെ അസൂയ വെറുതെ ആയിരുന്നു എന്ന് കവി തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ശരിക്കും ഈ അജകിശോരത്തെ അല്ലെങ്കിൽ ആടിനെ ആര് കൊണ്ടുപോയപ്പോഴാണ്? നരി കൊണ്ടുപോയപ്പോഴാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായ? ഇത് വെറുതെയാണ്. അപ്പൊ ആ ഒരു സന്തോഷമൊന്നും എന്തുണ്ടാവില്ല, നരി കൊണ്ടുപോകാനുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴാണ് എന്ത്, ഇടയന്റെ അജകിശോരത്തെ കുരുതി ചെയ്തപ്പോൾ തന്റെ അസൂയ അല്ലെങ്കിൽ താൻ അസൂയപ്പെട്ടത് വെറുതെ ആയിരുന്നു എന്ന് കവിക്ക് മനസ്സിലായത് ആ സമയത്താണ്. ഓക്കെ, അപ്പൊ അതിന് ഉത്തരം എന്താണ്? ഇടയന്റെ അജകിശോരത്തെ നരി കുരുതി ചെയ്തപ്പോൾ. ആ വരിയിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടി. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അത് പരിഗണിക്കാൻ പറ്റുന്നത് തപ്പൊന്നല്ല. കവിത വായിച്ച അർത്ഥം മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അടുത്തത്, കവി ഉലകിനെ തൊയിലുണർത്തുന്നത് എങ്ങനെ? മതി മറന്ന് ഉടുക്കു കൊട്ടി പാടിക്കൊണ്ട്, സ്വപ്നങ്ങളിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട്, ഉയിരിലെ ചൂടിൽ വാർത്ത വാക്കുകൊണ്ട്, ഇടയന്റെ കഥ പറഞ്ഞുകൊണ്ട്. കവി ഉലകിനെ തൊയിലുണർത്തുന്നത് എങ്ങനെയാണ്? മതി മറന്ന് ഉടുക്കു കൊട്ടി പാടിക്കൊണ്ട്, സ്വപ്നങ്ങളിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട്, ഉയിരിലെ ചൂടിൽ വാർത്ത വാക്കുകൊണ്ട്, ഇടയന്റെ കഥ പറഞ്ഞുകൊണ്ട്. കവിതയിലേക്ക് നോക്കൂ. ഉയിരിലെ ചൂടിൽ വാർത്തൊരൻ വാക്കാൽ ഉലകിനെ ഞാൻ തൊയിലുണർത്തുമ്പോൾ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉയിരിലെ ചൂടിൽ വാർത്തൊരൻ വാക്കാൽ ഉലകിനെ ഞാൻ തൊയിലുണർത്തുമ്പോൾ എന്നുള്ളതാണ്. അപ്പൊ ഉലകിനെ തൊയിലുണർത്തുന്നത് എപ്പോഴാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്? ഉയിരിലെ ചൂടിൽ വാർത്തൊരൻ വാക്കാൽ. അപ്പൊ ഉയിരിലെ ചൂട്, അതായത് എന്റെ ഉയിരിലെ ചൂടിൽ വാർത്തൊരു വാക്കാലാണ് എന്ത്, ഉലകിനെ ഞാൻ തൊയിലുണർത്തുന്നത് കവിതയിൽ പറഞ്ഞത്. ഒരു സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ ഇതാണ് ഇതപ്പോൾ 2 സിമ്പിൾ ചോദ്യമായി നമുക്ക്. ഇനി അടുത്തത്, എന്താണ് കവിയുടെ ദുഃഖം? ഇടയനെ പോലെ ആത്മലയം പൂണ്ട് പാടാൻ കഴിയുന്നില്ല. ഇടയന്റെ ഉയിര് പൊന്നുടുക്കാണ്. ഇടയൻ ഇളയെ കോരിത്തരിപ്പിച്ച് പാടുന്നു. ഇടയന് ഏകാന്തതയിൽ പാടാൻ കഴിയുന്നു. അപ്പൊ കവിയുടെ ദുഃഖം എന്താണ്? ഇവിടെ നോക്കൂ, ഈ ചോദ്യം, ഈ ഒരു ഇത് നോക്കൂ. ആദ്യത്തെ, ഇടയ നിന്നെപ്പോലെ ആത്മാലയം പൂണ്ടു ഉയിരിലെ പൊന്നുടുക്കിന്മേൽ കൊട്ടി ഇളയെ കോരിത്തരിപ്പിച്ച് പാടാൻ ഇനിയും എനിക്കായില്ലെന്ന ദുഃഖം. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു 4 വരിയിലാണ് ഇതിന്റെ ഈ ഒരു ഉത്തരം കിടക്കുന്നത്. ഇനി ചോദ്യത്തിലേക്ക് നോക്കൂ. ഈ ചോദ്യത്തിലേക്ക് നോക്കൂ. കവി എന്താണ് കവിയുടെ ദുഃഖം? ഇടയനെ പോലെ ആത്മലയം പൂണ്ട് പാടാൻ കഴിയും. ഇതൊരു സാധ്യതയാണ്. ഇതോടെ വട്ടട്ടെക്കുക. ഇടയന്റെ ഉയിര് പൊന്നുടുക്കണം. അതല്ല, ഇടയൻ ഇളയെ കോരിത്തരിപ്പിച്ച് പാടുന്നു. ഇടയന് ഏകാന്തതയിൽ പാടാൻ കഴിയുന്നു. ഇത് രണ്ടുമല്ല എന്നുള്ളത് ഒരു ഉത്തരമാണ്. അതായത് എന്താണ് കവിയുടെ ദുഃഖം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇടയൻ കിളയെ കോരിത്തരിപ്പിച്ച് പാടുന്നു, അതുപോലെ തന്നെ ഇടയനെ പോലെ ആത്മലയം കൊണ്ട് പാടാൻ കഴിയുന്നില്ല. 2 ഉത്തരം നമുക്ക് എന്താണ്? അതാണോ എന്നുള്ള സംശയമാണ്. ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൂ. ഇടയൻ ഇളയെ കോരിത്തരിപ്പിച്ച് പാടുന്നു. ഇടയൻ ഇളയെ കോരിത്തരിപ്പിച്ച് പാടുന്നത് കൊണ്ട് ആർക്ക് ദുഃഖമില്ല? കവിക്ക് ദുഃഖമില്ല.
ഇടയൻ ഇളയെ കോരിത്തരിപ്പിച്ച് പാടാൻ കഴിയുന്നത് പോലെ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആർക്ക് ദുഃഖം? കവിക്ക് ദുഃഖം. അല്ലാണ്ട് ഇപ്പോൾ ഒരാള് പാടുന്നതിൽ അസൂയപ്പെടുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ ദുഃഖം നമ്മുടെ കവിക്കില്ല. നമുക്ക് കവിക്കുള്ള ദുഃഖം എന്താണ്? ഇടയൻ ഇളയെ കോരിത്തരിപ്പിച്ച് പാടുന്നത് പോലെ നമ്മുടെ കവിക്ക് പാടുന്നില്ലല്ലോ, പാടാൻ പറ്റുന്നില്ലോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ദുഃഖം. അപ്പൊ അവിടെ എന്താണ്? ഇടയനെ പോലെ ആത്മലയം പൂണ്ട് പാടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്ത് ഇവിടെ നമ്മുടെ കവിയുടെ ദുഃഖമായിട്ട് വരുന്നത്. ഇടയനെ പോലെ ആത്മലയം പൂണ്ട് പാടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നട്ടുച്ചക്ക് ഇരുൾ പരക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നട്ടുച്ചക്ക് ഇരുൾ പരന്നത് എങ്ങനെ? ഓപ്ഷൻ എ അജകിശോരത്തെ കുരുതി ചെയ്തപ്പോൾ, ബി ഇടയന്റെയും കവിയുടെയും കണ്ണിൽ ദുഃഖം കൊണ്ട് ഇരുൾ നിറഞ്ഞപ്പോൾ, സി ഇടയന്റെ പുല്ലാങ്കുഴൽ നിലത്ത് വീണപ്പോൾ, ആൻഡ് ഡി ഇടയന്റെ പാട്ട് നിന്നു പോയപ്പോൾ. അപ്പോൾ ഇതിലൊക്കെ ഏറെക്കുറെ ഉത്തരമാണ്. അപ്പൊ ഈ ഒരു പറഞ്ഞത്, അതായത് കവിയുടെ ദുഃഖം എന്താന്നുള്ളൊരു ചോദ്യം നമുക്കൊരു മീഡിയം ലെവലിലിടാം, മീഡിയം. കാരണം ഈ രണ്ട് ഉത്തരങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് കൺഫ്യൂഷനാണ്, ഏതാവും എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പൊ ആ കൺഫ്യൂഷൻ മാറിക്കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങോട്ടേക്ക് ഉത്തരം കിട്ടണം. അപ്പൊ ഇതൊരു മീഡിയം ക്വസ്റ്റ്യൻ, ടഫ് എന്ന് പറയാനുള്ള ഒരു മീഡിയം. ഇനി അടുത്തത് നോക്കൂ, നട്ടുച്ചയ്ക്ക് ഇരുൾ പരന്നത് എങ്ങനെ? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഒന്ന് പറയാനുള്ള ഉത്തരം എന്താണ്? ഇടയന്റെയും കവിയുടെയും കണ്ണിൽ ദുഃഖം കൊണ്ട് ഇരുൾ പരന്നപ്പോൾ, ഇടയന്റെ പുല്ലാങ്കുഴൽ നിലത്തി വീണപ്പോൾ, അജകിശോരത്തെ കുരുതി ചെയ്തപ്പോൾ, ഇടയന്റെ പാട്ട് നിന്ന് പോയപ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാരണം എന്താണ്? അത് എല്ലാവർക്കും അറിയാം. അജകിശോരത്തെ കുരുതി ചെയ്തുകൊണ്ടാണ് എന്ത് നട്ടുച്ചയ്ക്ക് ഇരുൾ പരന്നതും ഇടയന്റെ പുല്ലാങ്കുഴൽ നിലത്തി വീണതും ഒക്കെ എന്താണ് ഈ എന്താ പറയാ ഇരുൾ പരന്നതൊക്കെ എങ്ങനെയാണ്? ഇതുകൊണ്ടാണ്. അപ്പൊ ഈ അജകിശോരത്തെ കുരുതി ചെയ്തപ്പോൾ എന്നുള്ളത് പറയാതെ പോലെ തന്നെ എന്താണ്? ഇടയന്റെയും കവിയുടെയും കണ്ണിൽ ദുഃഖം കൊണ്ട് ഇരുൾ നിറഞ്ഞപ്പോൾ, ഇരുൾ നിറഞ്ഞപ്പോൾ. അപ്പൊ ഈ വരികളൊന്നും നോക്കി രണ്ട് ഉത്തരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അത് രണ്ടും ആവാം എന്നുള്ളതാണ്. ഒന്ന് ക്വസ്റ്റ്യൻ നോക്കുമെന്ന്. അരുമയാം നിന്ന അജകിശോരത്തെ കുരു ചെയ്ത് അരു പറയുന്ന പിന്നിൽ ഒറ്റ ഞൊടിയിൽ നട്ടുച്ചയ്ക്ക് ഇരുൾ പരക്കുന്നു മണ്ണിൽ നിൻ കണ്ണിൽ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നട്ടുച്ചയ്ക്ക് ഇരുൾ പരക്കുന്നു മണ്ണിൽ നിൻ കണ്ണിൽ. അപ്പോൾ എന്തുകൊണ്ടാണ്, അതായത് എന്തിനാണ്, എന്താ പറയാ, എന്തുകൊണ്ടാണ് ഇതിനെ ഈ ഒരു നട്ടുച്ചയ്ക്ക് ഇരുൾ പരന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ഇടയന്റെയും കവിയുടെയും കണ്ണിൽ ദുഃഖം കൊണ്ട് ഇരുൾ പരന്നത് എപ്പോഴെന്നെയാണ്? ഇരുൾ പരന്ന സമയത്താണ് അവരുടെ കണ്ണിൽ. അപ്പൊ അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് ഇരുൾ പരക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അജകിശോരത്തെ നരി കുരുതി ചെയ്തപ്പോഴാണ് അത് പരക്കാൻ. അതിന് കാരണം എന്താണ്? അജകിശോരത്തെ കുരുതി ചെയ്തപ്പോൾ എന്താ പരക്കാൻ കാരണം എന്നുള്ളതാണ്. അപ്പൊ അതെന്താണ് ഉത്തരം? അജകിശോരത്തെ നരി കുരുതി ചെയ്തപ്പോൾ എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, കവി തന്റെ രചനകളിൽ മുഴുകുമ്പോൾ ലഭിക്കുന്ന മുന്നറിയിപ്പ് എന്ത്? ഓപ്ഷൻ എ ഇടയന്റെ കഥ ഒരു സ്വപ്നമാണ്. ഓപ്ഷൻ ബി തന്റെ സംരക്ഷണയുള്ളവരെ പരിപാലിക്കാൻ. ഓപ്ഷൻ സി അജകിശോരങ്ങൾക്ക് പിന്നിൽ നരിയുണ്ട്. ദെൻ ഓപ്ഷൻ ഡി എല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ. ഇതിൽ അവസാനത്തെ വരികൾ നിങ്ങൾ നോക്കൂ. അവനടക്കം പറയുന്നു, പോയി നിന്ന അജകിശോരങ്ങൾ എങ്ങൊന്നും നോക്കൂ, അവൻ പിമ്പേ നരിയുണ്ടെന്ന് നോക്കൂ, അത് വെറും സ്വപ്നമായിരുന്നെങ്കിൽ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ആരോ അടക്കം പറയണം, അതായത് നമ്മൾ ഇടയനടക്കം പറയണത് പോയി നിന്ന അജകിശോരങ്ങൾ, അതായത് നിന്റെ ആടുകളൊക്കെ നിന്റെ സംരക്ഷണയിൽ, അതായത് ഇടയന്റെ സംരക്ഷണം വേണ്ടവരാണ് ആര്? ആടുകൾ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് എന്ത്, ഈ ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? തന്റെ സംരക്ഷണയുള്ളവരെ പരിപാലിക്കാൻ. ഇതാണ് അതിന്റെ ഉത്തരം. ഇതൊരു സിമ്പിൾ ചോദ്യം. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു ഇതൊരു മീഡിയം ആയിട്ട് കണക്കാക്കാം, ഒരു മീഡിയം ചോദ്യം. അപ്പൊ 2 മീഡിയവും 3 സിമ്പിൾ ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹാർഡായിട്ടുള്ള ചോദ്യം ഇവിടെ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ കവി തന്റെ രചനകൾ, അതായത് അജകിശോരങ്ങളെ സംരക്ഷിക്കേണ്ട ഇടയനായിരുന്നു. അപ്പൊ അജകിശോരങ്ങളെ ഇദ്ദേഹത്തിന് നഷ്ടമായി. അപ്പൊ തന്റെ സംരക്ഷണയുള്ള ആളുകളെ പരിപാലിക്കുക എന്നുള്ളത് എന്താണ്? അത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. അപ്പൊ കവിയോട് പറയണത് വെറുതെ കവിതയും പാടി നടക്കണ്ടാലും കവിത എഴുതി നടക്കുമ്പോൾ തന്റെ സംരക്ഷണമുള്ളവരെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അവർക്ക് എന്താണ് അത്യാപത്തുകളൊന്നും വരാണ്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കവി തന്റെ രചനകളിൽ മുഴുകുമ്പോൾ, അതായത് കവി തന്റെ കവിത എഴുത്തിൽ മുഴുകുമ്പോൾ കിട്ടുന്ന മുന്നറിയിപ്പാണ്. അപ്പോൾ നമ്മളെ ഇടയൻ എങ്ങനെയാണ് മുന്നറിയിപ്പ് കിട്ടുന്നത്? ഇടയൻ പുല്ലാങ്കുഴൽ വായിച്ച് മതിമറന്ന് പോയപ്പോഴാണ് തന്റെ വേണ്ടപ്പെട്ട ഒരു അപകടം പറ്റിയത്. അതേപോലെ കവി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ സംരക്ഷണമുള്ളവർക്ക് എന്താണ്? അപകടം വരാണ്ട് നോക്കും കൂടി ചെയ്യണം. നരി പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ് ആര് നൽകുന്നത്? നമ്മൾ ഇടയൻ നൽകുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. അതുപോലെ തന്നെ എന്താണ് 5 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും 5 ക്വസ്റ്റ്യൻ എന്താണ് 2 മീഡിയവും 3 നോർമൽ അല്ലെങ്കിൽ ലോ ലെവലുള്ള ഒരു ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ചോദ്യങ്ങളുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത കവിതയിലേക്ക് പോവാം. ഞാൻ തനി കഥകളി ഭ്രാന്തൻ, കവിത വായിക്കുകയാണ്. ഞാൻ തനി കഥകളി ഭ്രാന്തൻ എന്നോതി ശുദ്ധ സാന്ത്വനാമൊരു സൂര്യ നമ്പൂതിരി അത് കേൾക്കെ ചിരിച്ചു രസികത്തി ഇന്ദുലേഖയി നാമും ചരിത്രമതു വായിച്ച് അലറിച്ചിരിച്ചുപോയി ലജ്ജയാൽ പൂർവാധികം മൂകയാം കഥകളിയെ
കഥകളിക്കച്ചയും ഇല്ലങ്ങളിൽ കഞ്ഞിയും തേടിപ്പാർത്താൾ. എന്തിതിൽ ചേതം നമ്മൾക്കൊരു രാവിലെ നിദ്ര കുന്തമാക്കുകിൽ കാണാൻ ഇനിയും മിക്കളി വേണോ. പ്രാകൃതമൊട്ടക്കഥ പ്രാകൃതമാട്ടക്കഥ അവൾ തൻ നൃത്യങ്ങളിൽ നാഗരികരാം നമ്മൾക്കെന്തു ഹരം കൊള്ളുവാൻ. താന്തായാമത്തഞ്ഞുയിൽ വാത്സല്യമാർന്നു കളിഭ്രാന്തനാം ഒരു മഹാകവിയും മിത്രങ്ങളും അരികെ കൂടിച്ചെന്നു നേടിനാർ വിദേശത്തെ ആ വരി ആട്ടക്കാരിക്ക് ആദരവും ഐശ്വര്യവും പാർക്കുവാൻ. ഓമൽ കിങ്ങു മണിമന്ദിരം ഉണ്ടായി നോക്കി നിൽക്കവേ ഭ്രാന്തു നമ്മൾക്കും പിടിച്ചുവോ. അന്യനാടുകൾ കണ്ട് നിർലോഭം സ്തുതിച്ചാലേ സ്വന്തമാം കല പോലും നമ്മൾ കൊണ്ടാടൂ പണ്ടേ. നാളിൽ നമ്മൾ കുന്മാദമേറ്റും കലാകേളി പോയി ദ്വീപാന്തരങ്ങളിലും മുഴുങ്ങമേ. പുത്തനാം പരിഷ്കാര വൈദ്യുതിദ്യുതിയും നിസ്തുലം കഥകളി അത് വ്യക്തമാവുന്നില്ല അവിടെ, അതാണ്. കഥകളി വിളക്കെരിയവേ അതിമാനുഷന്മാർ തന്നം ഗുലിക്കളി കഥകളിൽ അസ്തം ശതമാം പുരാതന സംസ്കാരം ജീവിക്കവേ ഇന്നും ലേശവും നിന്ദ കൂടാതെ അഭിനന്ദിച്ചിന്ദുലേഖയും മാനത്തിരിവിൽ ചിരിക്കുന്നു. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കഥകളിയെ പറ്റിയിട്ടാണ് ഈ കഥ. അതായത് കഥകളി ഭ്രാന്തന്മാരായ ഒരു കവിയും ഒരു മഹാകവിയും മറ്റും ചേർന്നുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി, ഒരു സ്ഥാപനം ഉണ്ടാക്കി. അത് നമ്മളെ കലയെ ഉയർത്തിക്കൊണ്ട്, അതായത് കഥകളീനെ നമ്മൾ എന്താണ് കഥകളി അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും എന്താണ് കഥകളിനെ കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ കഥകളിനുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ കഥകളിയെ സംരക്ഷിക്കാൻ ഒരു മന്ദിരം ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം, നമുക്ക് വരിയിലൊന്നും നോക്കി നോക്കാം. ഞാൻ തനി കഥകളി പ്രാന്തനെന്നോതി ശുദ്ധ സാന്ത്വനാമൊരു സൂര്യ നമ്പൂതിരി അത് കേൾക്കെ ചിരിച്ചു രസികത്തി ഇന്ദുലേഖ ഈ നാമം ചരിത്രം അത് വായിച്ച് അലറിച്ചിരിച്ചു പോയി ലജ്ജയാൽ പൂർവാധികം മൂകയ കഥകളിക്കച്ചയും ഇല്ലങ്ങളിൽ കഞ്ഞിയും തേടിപ്പാർത്താൽ എന്തതിൽ ചേതം നമ്മൾക്കൊരു ഭാവിയെ നിദ്ര കുന്തമാക്കുകയിൽ കാണാനിയും ഇക്കളി വേണം. അതായത് സൂര്യ നമ്പൂതിരി എന്ന കഥാപാത്രമുണ്ട്. ഈ മലയാളത്തിലെ നോവലായിട്ടുള്ള ഇന്ദുലേഖയിലെ ഒരു കഥാപാത്രമാണ് സൂര്യ നമ്പൂതിരി. ഭയങ്കര കളിഭ്രാന്തനായിരുന്നു. അപ്പൊ ആ കഥകളിഭ്രാന്തനായിട്ടുള്ള സൂര്യ നമ്പൂതിരിനെ കളിയാക്കിയിരുന്നാര് നമ്മുടെ നോവലിലെ നായിക ഇന്ദുലേഖ. അപ്പൊ ആ ഒരു ഇന്ദുലേഖയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്താണ് ആ ഇന്ദുലേഖ കളിയാക്കിയതും നമുക്ക് ഇങ്ങനെ ഒരു കഥകളി ഇനി വേണോ എന്നുള്ള രീതിയിലാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയാ നമ്മുടെ നമുക്ക് ഇങ്ങനെ ഒരു കളി ഇനിയും വേണോ എന്നുള്ള ചോദിക്കാണ്, കഥകളി ഇനിയും വേണോ. അപ്പോൾ ഈ ഒരു വേണോ എന്നുള്ള ചോദ്യത്തിന് നേരിടാനായിട്ട് ഒരു മഹാകവി, മലയാളത്തിൽ ഒരു മഹാകവിയും കൂട്ടർ എന്ത് ചെയ്തു, ഒരു ഐശ്വര്യവും പാർക്കുന്ന ഐശ്വര്യം ഉണ്ടാവാനായിട്ട് എന്താണ് ഒരു മണിമന്ദിരം പണിതു എന്നുള്ളതാണ് കേട്ടോ. അന്യനാടുകൾ കണ്ട് നിർലോഭം സ്തുതിച്ചാലേ സ്വന്തമാം കല പോലും നമ്മൾക്കുണ്ട്. അതായത് അന്യനാടുകൾക്ക് എപ്പോഴും സ്തുതിച്ചാൽ മാത്രം നമുക്ക് നമ്മളെ കല പോലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കഥകളി പോലും അന്യനാടുകളിൽ പറഞ്ഞാലേ നമുക്ക് ഇഷ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നാളിൽ നമുക്ക് ഉന്മാദം ഏറ്റവും കലാകേളി പോയി ദീപാന്തരങ്ങളിൽ മുഴുകവേ പുത്തനാം പരിഷ്കാര വൈദ്യുതിയിലും നിസ്തുലം കഥകളിക്കെരിയവേ അതിമാനുഷ്യന്മാർക്ക് ആകുലികളിൽ അസ്തം ഗതമാം പുരാതന സംസ്കാരം. അതായത് നമ്മൾ ഈ കലനെ എന്താണ് അന്യനാടുകൾ പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ അന്യനാടുകളിൽ ഇങ്ങനെ പോയി കാണുന്നത് കുറച്ച് വെളിച്ചമൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവം. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എന്താണ് അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു മഹാകവിയും കൂട്ടരും ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ ലേശവും നിന്ദ കൂടാതെ അഭിനന്ദിച്ച് ഇന്ദുലേഖ, അതായത് അന്ന് കളിയാക്കി സൂര്യനമ്പൂതിരിനെ കളിയാക്കി ചിരിച്ച ഇന്ദുലേഖ പോലും എന്താണ് അഭിനന്ദിച്ച്, അതായത് നമ്മളെ ആശംസിച്ചുകൊണ്ട് ഇരവിൽ ചിരിക്കുന്നു. നമ്മളെ ഇന്ദുലേഖൊക്കെ മൺമറിഞ്ഞു പോയി എന്നൊക്കെയുള്ള രീതിയിൽ എന്താണ് മേലെ നോക്കിയിട്ട് ഇന്ദുലേഖ പോലും കഥകളി അഭിനന്ദിക്കുന്നു എന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കളിഭ്രാന്തനായ മഹാകവി എന്ന് വിളിക്കുന്നത് ആരെയാണ്? കുമാരനാശൻ, വള്ളത്തൂർ, ഉള്ളൂർ, എഴുത്തച്ഛൻ. ഇതില് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. കാരണം കേരള കലാമണ്ഡലം സ്ഥാപിച്ച ഒരു മഹാകവിയാണ് ആര്? വള്ളത്തോൾ ശരിക്കും കഥകളി അതുപോലുള്ള കലകളുടെ ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു കലാമണ്ഡലം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കളിഭ്രാന്തനായ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ടഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് താന്തയാമത്തുന്നിയിൽ വാത്സല്യമാർന്നു. ഇവിടെ താന്ത എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ക്ഷീണിതയായ, ഓപ്ഷൻ ബി യുവതിയായ, ഓപ്ഷൻ സി മെലിഞ്ഞ, ഓപ്ഷൻ ഡി സുന്ദരിയായ. താന്ത എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ക്ഷീണിതയായ എന്നുള്ളതാണ്. അതായത് കഥകളി ക്ഷീണിതയായിട്ടൊരു യുവതിയാണ്, വാത്സല്യമാർന്നു എന്നുള്ള രീതിയിൽ എന്താ പറയുന്നത്? കഥകളിയെ പറ്റിയിട്ട് പറയുന്നത് മകള എന്നുള്ള രീതിയിൽ വാത്സല്യം വന്നിട്ട് ക്ഷീണിതയായ മകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ പറഞ്ഞതുപോലെ ക്ഷീണിതയായിട്ടുള്ള ഒരു മകളായിട്ടാണ് കഥകളിയെ കാണുന്നത്. ഇതും ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തു വെക്കുക, ജനറലാണ്, ടഫുമാണ്.
ഓക്കെ, അപ്പോൾ ഇതൊന്നും കവിതയിൽ നിന്ന് കിട്ടില്ല, ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ടഫും വരാം സിമ്പിളും വരാം. അടുത്തത്, പാർക്കുവാൻ ഓമൽ കിങ് മണിമന്ദിരം ഉണ്ടായി. ഏതാണ് ആ മണിമന്ദിരം? കേരള സാഹിത്യ അക്കാദമി, കഥകളി അരങ്ങ്, കേരള കലാമണ്ഡലം, ഇന്ദുലേഖയുടെ കൊട്ടാരം. നേരത്തെ പറഞ്ഞതുപോലെ കേരള കലാമണ്ഡലമാണ്. ആ ചോദ്യത്തിൽ നിന്ന് അത് മഹാകവി വള്ളത്തോളാണെന്നും വള്ളത്തോൾ സ്ഥാപിച്ചത് കേരള കലാമണ്ഡലമാണെന്നും എന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഈ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. 3 ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ, 3 ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വന്നത്. 3 ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതൊന്ന് കൂടുതൽ നമുക്ക് കവിത നോക്കേണ്ട ആവശ്യമില്ല. മണിമന്ദിരം പണിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കലാമണ്ഡലം ഉണ്ടാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, മനസ്സിലാകണം. അങ്ങനെ മനസ്സിലായാൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 3 ജനറൽ ക്വസ്റ്റ്യൻ, 3 ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇവിടെ വന്നത്. അടുത്തത്, അന്യനാടുകൾ കണ്ട് നിർലോഭം സ്തുതിച്ചാലേ സ്വന്തമാം കല പോലും നമ്മൾ കൊണ്ടാടൂ പണ്ട് എന്ന വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത് എന്ത്? അന്യനാടുകളിലെ കല നമ്മളെക്കാൾ കൊണ്ടാടപ്പെട്ടവയാണ്. ഓപ്ഷൻ ബി, അന്യനാടുകളിലെ കല നമ്മുടേതുപോലെ സ്തുതിക്കപ്പെടേണ്ടവയല്ല. ഓപ്ഷൻ സി, അന്യനാടുകളിൽ സ്തുതിക്കപ്പെടുന്നത് സ്വന്തം നാട്ടിൽ കൊണ്ടാടപ്പെടേണ്ട കലകളാണ്. സ്വന്തം കലകൾക്ക് വിലയുണ്ടാകണമെങ്കിൽ അന്യനാടുകളിൽ സ്തുതിക്കപ്പെടണം. അതിൽ എല്ലാവർക്കും അറിയാം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 4-മത്തെയാണ്. കാരണം അന്യനാടുകൾ കണ്ട് നിർലോഭം സ്തുതിച്ചാലേ സ്വന്തമാം കല പോലും നമ്മൾ കൊണ്ടാടൂ പണ്ടേ. അതായത് നമ്മളതൊന്നും അംഗീകരിക്കും. ആരെ നാട്ടുകാർ വന്നിട്ട് വാവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത്രയും നല്ല സംഭവമായിരുന്നില്ലേ കഥകളി കാണാനൊക്കെ പുറത്തുനിന്ന് വിദേശികളൊക്കെ വരലുണ്ട്. അപ്പോൾ അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 ടഫ് ഒരു സിമ്പിളായിട്ട് വന്നത്. അടുത്തത്, ഇന്ന് ലേശവും നിന്ദ കൂടാതെ അഭിനന്ദിച്ച് ഇന്ദുലേഖയും മാനത്തിരിവിൽ ചിരിക്കുന്നു. ഈ വരികളിലെ ഇന്ദുലേഖ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇന്ദുലേഖ കഥാപാത്രം, നോവല്, സൂര്യ നമ്പൂതിരിപ്പാട് എന്നിവ പറ്റിയൊന്നും ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഇതിലത് മനസ്സിലാവില്ല. നോവലിലെ നായിക എന്നുള്ളതാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ദുലേഖ എന്ന് പറഞ്ഞ നോവലിൽ സൂര്യ നമ്പൂതിരിപ്പാടിനെ പറ്റി ആദ്യ വരികൾ പറഞ്ഞല്ലോ, കളിപ്രാന്തനായിട്ടുള്ള ഒരാളെന്ന്. ആ കളിപ്രാന്തനായിട്ടുള്ള ആളാണ് സൂര്യ നമ്പൂതിരിപ്പാടിനെ ആര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു? ഇന്ദുലേഖ. പക്ഷെ ആ ഇന്ദുലേഖ ഇന്ന് കഥകളിയുടെ ഉന്നമനം കണ്ടിട്ട്, ഉന്നതിയിലെത്തിയത് കണ്ടിട്ട് നല്ല അഭിനന്ദിച്ച് മാനത്തിൽ ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോവലിലെ നായികയാണെന്നോ അത് ഇന്ദുലേഖയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം 4 ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് വന്നു. ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ചില്ലറക്കാര്യം. നമ്മൾ വിചാരിക്കും ആ സിമ്പിളാണ്, വെറുതെ കവിത നോക്കിയിട്ടുണ്ടെങ്കിൽ കവിതയിൽ തന്നെ ഉത്തരത്തിൽ എഴുതാമെന്ന് വിചാരിക്കും. അത് ശരിയല്ല, അത് തെറ്റാവും. അപ്പോൾ കണ്ട 4 ജനറൽ ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ 4ഉം ടഫാണ്, 1 മാത്രം സിമ്പിളായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് പഠിക്കുക. അതിനൊന്നും വേറെ നിവൃത്തിയില്ല, നമുക്ക് എവിടെ നിന്ന് ചോദിക്കുന്ന അറിയില്ല. അപ്പോൾ ഇന്ദുലേഖ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 40-50% ആളുകൾക്ക് ചിലപ്പോൾ ഇന്ദുലേഖയും സൂര്യ നമ്പൂതിരിപ്പാടിനൊക്കെ അറിഞ്ഞെന്ന് വരും. അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് 4 ടഫ് ക്വസ്റ്റ്യൻ ആണ്. 4 ടഫ് ക്വസ്റ്റ്യൻ സിമ്പിൾ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതേണ്ടത്.